വെള്ളം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതേ വെള്ളം കുടിക്കുന്ന രീതി ഞങ്ങൾ കറക്റ്റ് ആക്കിയില്ലെങ്കിൽ കുറേ പ്രശ്നങ്ങൾ വരും. പ്രത്യേകിച്ച് ഈ മഴക്കാലിൽ. ഇപ്പം ഞാനിപ്പോൾ വെള്ളം കുടിച്ചല്ലോ, അപ്പോൾ എല്ലാവരും ഞാൻ പറയാറുണ്ട്, വെള്ളം കുടിക്കുമ്പോൾ ചൂടാക്കി തിളപ്പിച്ച് വെള്ളം മാത്രം കുടിക്കാവോ. ബിക്കോസ് 100°C ആകുമ്പോഴത്തേക്ക് വെള്ളം നന്നായിട്ട് തിളപ്പിക്കും, മീൻസ് നന്നായിട്ട് ചൂടാവും. ആ ബോയിലായ വാട്ടർ തിളപ്പിച്ചാൽ ആ വെള്ളത്തിലെ എല്ലാ ബാക്ടീരിയ ഫ്രീ ആയി നല്ല ശുദ്ധവെള്ളമായിരിക്കും. അപ്പോൾ ഞാൻ പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഴക്കാലിന് വളരെ കോമൺ ആയിട്ട് 2 പ്രശ്നം എല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്തൊക്കെയാണ്? ഒന്ന് മഞ്ഞപ്പിത്തമാണ്, രണ്ടാമത്തെ ഡെങ്കി പനിയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ഞാൻ ഷോർട്ടായിട്ട് മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യം പറയാം. ഈ പുറമെ ഞങ്ങൾ ഇത് തെറ്റിക്കുന്ന ഒരു ചെറിയ സമയം ഞാൻ പറയാം. പുറമെ ഞങ്ങൾ പോവും, ഭക്ഷണം കഴിക്കും. കല്യാണം വീടായാലോ, ഹൗസ് വാമിംഗ് വീടായാലോ, ഹോട്ടലായാലോ, ഇല്ലെങ്കിൽ സ്വന്തം വീട്ടിലായാലോ, ഞങ്ങളിങ്ങനെ കൈ ഒന്നും കഴിയാണ്ട് ഇല്ലെങ്കിൽ ശരിക്കുള്ള ചൂടുവെള്ളം നമുക്ക് ഒരു കിട്ടാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് പിറ്റേ ദിവസം ഇല്ലെങ്കിൽ ആ ദിവസം രാത്രിയോ പകൽ നോക്കുമ്പോൾ വയറിളക്കം, ഛർദി, വയറുവേദന, പനി ഇതൊക്കെ ആവാം. ഞങ്ങൾ സിമ്പിളായിട്ട് വിടാറുണ്ട്. എന്താ വെച്ചാൽ ദഹനത്തിൻ്റെ പ്രശ്നമായിരിക്കാം. പക്ഷേ ഓക്കെ, ഒരു കാര്യത്തിൽ സത്യമായിരിക്കാം. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ പ്രാക്ടീസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു മാസമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ സാധാ വിടുമ്പോൾ ഈ ദഹനത്തിൻ്റെ പ്രശ്നത്തിന് ചില ആൾക്കാർക്ക് ഇതെന്തായി മാറുന്നുണ്ട്? മഞ്ഞപ്പിത്തം മാറുന്നുണ്ട്. അപ്പോൾ ആ മഞ്ഞപ്പിത്തം ഇപ്പോഴും എന്നെ അറിയുന്ന ചില പേഷ്യൻസ് ഉണ്ട്, അവർ മഞ്ഞപ്പിത്തമായിട്ട് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. അപ്പം ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഛർദി, വയറിളക്കം, വയറുവേദന ഒക്കെ സിമ്പിളാക്കി വിടരുത്. മഞ്ഞപ്പിത്തത്തിന് കുറച്ചുകൂടി നമ്മൾ ജാഗ്രത വേണം. അത് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കണം മഞ്ഞപ്പിത്തം ഉണ്ടോ ഇല്ലയോ എന്ന്. അതിനായിട്ട് കറക്റ്റ് ചികിത്സ ചെയ്താൽ കറക്റ്റ് ഫ്ലൂയിഡ് മീൻസ് വെള്ളം, ഇതൊക്കെ ജ്യൂസ് കാര്യങ്ങൾ കറക്റ്റ് വെള്ളത്തിൽ കൂടി മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആവശ്യമനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ഡോക്ടറിനെ നമുക്ക് കൺസൾട്ട് ചെയ്യാം. അപ്പോൾ ഇത് മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യം. രണ്ടാമത്തെ ഞങ്ങൾക്ക് അടുത്ത് ഞാൻ പറഞ്ഞ ഡെങ്കി പനി. ഇപ്പോൾ മഴക്കാലമാണ്, പല സ്ഥലത്ത് നിങ്ങൾക്ക് കാണാം ഒരു വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ടാവും. വെള്ളം കുടിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, അല്ലാത്ത പുറമെ തന്നെ കുറേ വെള്ളം കെട്ടിക്കിടക്കുന്ന കാണും. അതിന് കൊതുകൊക്കെ ആയിട്ടുള്ള സ്പ്രെഡ് ആവുന്ന സംഭവമാണ് ഈ നമുക്ക് ഡെങ്കി പനി. ഡെങ്കി പനി എല്ലാവരും സാറില്ല, സിമ്പിൾ പനിയാണ് ആക്കി വിടരുത്. എല്ലാവരും കുറച്ച് സീരിയസ് ആകുമ്പോൾ മാത്രം ഞങ്ങളടുത്ത് ഡോക്ടറെ അടുത്ത് വരാറേ ഉള്ളൂ. പക്ഷെ പനിയൊക്കെ വന്നാൽ നമ്മൾ കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ഈ വല്ലാണ്ട് കൗണ്ട് കുറഞ്ഞ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഡെങ്കി പനി ആയി പോകുന്നുണ്ട്. അപ്പോൾ ഡെങ്കിന് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, വളരെ ഡേഞ്ചറസ് ആണ്. പക്ഷേ കറക്റ്റ് ടൈമിൽ ചികിത്സ ചെയ്താൽ, റെസ്റ്റ് എടുത്താൽ, നല്ല ഫ്ലൂയിഡ് ഗ്ലൂക്കോസ് കയറ്റിയാൽ, പിന്നെ വെള്ളം കുടിച്ചാൽ, നല്ല വൈറ്റമിൻസ് ഒക്കെ കഴിച്ചാൽ, റെസ്റ്റ് എടുത്തിട്ട് ഡെങ്കി പനി നമുക്ക് കറക്റ്റ് കുറയ്ക്കാൻ പറ്റും. തലവേദന, ജോയിൻറ്റ് പെയിൻ, ഛർദി, പനി ഇതൊക്കെ എല്ലാ ഡെങ്കി പനിനും ഉണ്ടാവും. നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇങ്ങനെയുള്ള രീതി മനസ്സിലാക്കുന്നതിനേക്കാൾ ബെറ്റർ കുറച്ച് നമുക്ക് ലൈവായിട്ട് കാണാം. എന്താ വെച്ചാൽ ഇങ്ങനത്തെ സ്ഥിതി ഇപ്പോൾ എൻ്റെ ക്യാമ്പസിന് ഞാൻ മൊത്തം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ IPC റോഡിൽ താമസിക്കുന്നുണ്ടല്ലോ, എൻ്റെ വീട്ടിൽ വെച്ചിട്ട് എന്താണ് കണ്ടീഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് ഈ കൊതുകൊക്കെ ആയിട്ട് നമുക്ക് പ്രശ്നമാവാനുള്ള സാധ്യത ഉണ്ട്. അല്ലാതെ തന്നെ വെള്ളം ശ്രദ്ധിക്കാതെ നമ്മൾ വെച്ചാൽ ഇല്ലെങ്കിൽ ഉപയോഗം ചെയ്താൽ മഞ്ഞപ്പിത്തം എങ്ങനെ വരാം നമുക്കൊന്ന് നോക്കാം. അതാണ് നല്ലത്. പോവാ. ഇതാ ഈ ബക്കറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ബക്കറ്റ് ഇങ്ങനെ വെച്ചാൽ ഇതിൽ കൊതുകൊക്കെ സുഖമായിട്ട് ഇവിടെ വളർത്തും. അപ്പോൾ നമുക്ക് ഈ ബക്കറ്റൊക്കെ എങ്ങനെയാണ് ശരിക്കും കണ്ടോ? ഇതാ ഇങ്ങനത്തെ പാത്രം ഞങ്ങൾ വീട്ടിലുണ്ടാവും. ഇതിൽ മഴ വെള്ളം ഇങ്ങനെ സ്റ്റോറായി പോവും. ഇതിലാണ് കൊതുകൊക്കെ വളർത്തി നമുക്ക് ഡെങ്കി ആക്കാനുള്ള സാധ്യത. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വീടിൻ്റെ ചുറ്റുപാടെല്ലാം നോക്കിയിട്ട് ഇതേപോലെ മറിച്ച് വെക്കണം. കണ്ടോ ഈ പാത്രത്തിൽ ഇതൊക്കെ എല്ലാം ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാണ്ടായി പോകുന്നുണ്ട്. ഗ്ലാസ്സാണ്, യൂസ് ചെയ്ത ഗ്ലാസ്സാണ്. ഇതിൽ നോക്കിക്കോ ഈ സാധനങ്ങൾ. ഇത് നമുക്ക് വെള്ളം ഒഴിവാക്കിയിട്ട് ഇത് നമുക്ക് വേസ്റ്റിലേക്ക് ആക്കാം. വരും, നമുക്ക് വേറെ കൂടി നോക്കാം. ബാക്കി കുഴപ്പമില്ല. ഞാൻ എന്താ എൻ്റെ വീട്ടിൽ വഴി സൈഡിലേക്ക് ഇതിന് കാരണം എൻ്റെ വീട് കൂടി ഒന്ന് നോക്കാമല്ലോ എങ്ങനെയൊക്കെ ക്ലീൻലിനെസ് ആണോ, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഈ എൻ്റെ വീടിൻ്റെ റൈറ്റ് സൈഡാണ്
അപ്പോൾ ഇത് എൻ്റെ കിണറാണ്. അപ്പം ഞാൻ കിണറിൻ്റെ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കിണറിൽ നമ്മൾ എപ്പോഴും ഇങ്ങനെ നെറ്റാക്കി വെക്കണം. കാരണം ഈ നെറ്റ് നമ്മൾ വെച്ചില്ലെങ്കിൽ നമ്മൾ പലത് കേൾക്കാം, ഇതിൽ എലി വീണ് ചത്തുപോയി, പൂച്ച ചത്തുപോയി, നമ്മൾ മനസ്സിലായിട്ടില്ല, ആ വെള്ളം 2-3 ദിവസമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക, പിന്നെ അതിനായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കവർ വേണം. പ്ലസ് ഈ കിണറിൽ എങ്ങനെ കവർ വെച്ചാൽ കൊതുകൊക്കെ ശല്യം ഇതിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ കുറേയൊക്കെ കൊതുകിനെ ബ്രീഡ് ചെയ്യാൻ, കൊതുകിനെ വളർത്താനുള്ള സംഭവമൊക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഡെങ്കിനെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ശ്രദ്ധിക്കണം, എങ്ങനെ ചെയ്യണം കേട്ടോ. പേഷ്യൻസൊക്കെ ഞാൻ എങ്ങനെയാണ് നോക്കുന്നത് ഞാൻ പറഞ്ഞു തരാം. ഞാനിതാ ഇതിലേക്ക് വന്നു. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഏരിയ ആണ്. പേഷ്യൻസ് ഉണ്ട്, അവിടെ കെയർ ചെയ്യാൻ ഞാൻ ഒരു ചെറിയ ഒരു ഹോംലി സെറ്റപ്പ് ഞാൻ ആക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ പേഷ്യൻസ്ക്ക് ഒരു വീടുള്ള ഒരു ഹോമുള്ള ഒരു ഫീലിംഗ് ആയിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം കാരണം വെച്ചാൽ ചില പേഷ്യൻസൊക്കെ പെട്ടെന്ന് ക്ഷീണമായിട്ട് വരും, പിന്നെ വെള്ളമില്ലാത്ത കണ്ടീഷൻ വരുന്നുണ്ട്, ജോണ്ടീസ്, ഡെങ്കി ഇതൊക്കെ ആയിട്ടില്ല. അപ്പോൾ അതിന് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ചെറിയ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, ഒരു കുഞ്ഞ് സെറ്റപ്പ്. മീൻസ് എമർജൻസിയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ECG എടുക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും, ഗ്ലൂക്കോസ് എടുക്കണം അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഒരു പേഷ്യൻസ് ഇവിടെ ഗ്ലൂക്കോസ് കയറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഡസ്റ്റ്ബിൻ ഞാൻ നോക്കിക്കോ. നമ്മൾ വീട്ടിൽ ഞങ്ങൾ സാധാരണ എന്താക്കും, ഡസ്റ്റ്ബിൻ ഓപ്പൺ ആയിട്ട് വെക്കും. പക്ഷേ അതല്ല, ഇങ്ങനത്തെ ഡസ്റ്റ്ബിൻ വെച്ചാൽ നിങ്ങൾ എന്ത് സാധനം വെച്ചാൽ ഇതിൽ കൊതുകോ ഇല്ലെങ്കിൽ പൂച്ചയോ ഇല്ലെങ്കിൽ എലിയോ അതിൽ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഡസ്റ്റ്ബിൻ നമ്മൾ എല്ലാ വീട്ടിലെ ഒരു 4-5 ഡസ്റ്റ്ബിൻ പല ഭാഗമായിട്ട് വെച്ചാൽ നമുക്ക് കുറേയൊക്കെ വേസ്റ്റിനെ മാനേജ്മെൻറ്റ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാവരും സുഖമായിട്ട് നിൽക്കണം, ആർക്കും ഇതിന് ആവശ്യം വരരുത്, എല്ലാവരും ഗുളിക ശരിയാവട്ടെ, അതെൻ്റെ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ജസ്റ്റ് അറിയിച്ചത് അതെൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട്. താങ്ക് യു.